വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ വെക്കേഷൻ ക്ലാസ്സിൻ്റെ 4ാമത്തെ പാർട്ടാണ് കുഞ്ഞുങ്ങളെ കേട്ടോ. 1, 2, 3 നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കയറി കണ്ടിട്ട് വേണം നമ്മുടെ ഈ 4ാമത്തെ പാർട്ട് കാണാൻ കേട്ടോ. ചില കമൻറ്റ് ഞാൻ കാണുന്നുണ്ട്, 6ാം ക്ലാസ്സുകാർക്കുള്ളതാണോ ഇത്, 8ാം ക്ലാസ്സുകാർക്കുള്ളതാണോ എന്നൊരു ചോദ്യം കമൻറ്റിനകത്തിൽ ഞാൻ കണ്ടു കുഞ്ഞുങ്ങളെ. ഇത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, 1 മുതൽ 10 വരെയുള്ള ഏത് ക്ലാസ്സും കാണുന്നതിന് കുഴപ്പമില്ല. കാരണം ബേസാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് എന്ന് വെച്ചാൽ 8ാം ക്ലാസ് ആയാലും 6ാം ക്ലാസ് ആയാലും ആർക്ക് വേണമെങ്കിലും കാണാം. കാരണം ഇതറിഞ്ഞെങ്കിലേ നമുക്ക് അടുത്തതിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? ഇപ്പം നമ്മൾ അഡീഷൻ അല്ലേ, ഇതൊക്കെ നമ്മൾ എത്ര കേട്ടിട്ടുള്ളൂ, നമുക്കറിയാവുന്ന അഡീഷൻ അല്ലേ, അല്ലേ കുഞ്ഞുങ്ങളെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ അഡീഷൻ എന്നിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാര്യം എന്തോന്നറിയോ, അതുകൊണ്ട് ഇപ്പം 1 + 1 ഇപ്പോൾ സ്പീഡിൽ നമ്മളോട് ഞാൻ എക്സാമ്പിൾ പറയും. ഇപ്പോൾ 48 + 8 എന്ന് പറയുമ്പം നമുക്കറിയണം 8 + 8 എത്രയാണ്, 8 × 8 16 അല്ലെ. 8 + 8 = 16 ആണെന്ന് നമുക്ക് അറിയണം. മനസ്സിലായോ? ഒറ്റയടിക്ക് എന്ന് വെച്ചാൽ അതിരുന്ന് കയ്യിലിരുന്ന് 8, 9, 10 ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കരുത്. 8 + 8 16 ഒറ്റയടിക്ക് അപ്പോഴേ നമ്മുടെ മനസ്സിലത് പതിയണം. മനസ്സിലായോ? 8 × 8 16 ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ 1 വരും. 4 × 3 7 അല്ലേ, 7 × 1 8 86. അത് നമ്മൾ എന്താ ഇപ്പോൾ ഈ അബാക്കസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതിലൂടെയൊക്കെ എളുപ്പം പഠിക്കാൻ പറ്റുന്നൊരു കാര്യം ഈ അബാക്കസ്. അപ്പോൾ ഇവിടെ നമുക്ക് 8 + 8 എന്താണ്, 16 ആണെന്ന് ഒറ്റ നമ്മൾ ആലോചിക്കാൻ പോലുമുള്ള സമയം എടുക്കരുത് പെട്ടെന്ന്. അപ്പോൾ അതറിയണമെങ്കിൽ നോക്കൂ നിങ്ങളുടെ 1 + 1 2 അല്ലേ. അതുപോലെ 2 + 2 എത്ര, 4. 3 + 3 3 3 6. ഇംഗ്ലീഷ് മീഡിയക്കാരെന്താ കുഞ്ഞുങ്ങളെ, ഇത് അറിയാമല്ലോ അല്ലേ. 4 + 4 അതായത് ഒരു സംഖ്യ തന്നെ 2 വട്ടം വന്നതല്ലേ. ഇപ്പം 3 ആയാലും 4 ആയാലും ഒരു സംഖ്യ ഒരേ സംഖ്യ തന്നെ 2 വട്ടം വന്നു അല്ലേ. 4 + 4 4 4 8 അല്ലേ. 5 + 5 5 5 10. അത് കാണുമ്പോഴേ നമുക്കറിയണം 5 5 10. 6 6 6 6 6 + 6 12 അല്ലേ. 7 + 7 7 7 14. 8 + 8 8 8 16. 9 + 9 9 9 + 9 = 18. 10 + 10 നമ്മൾ കൂടുതൽ ചെയ്യുന്നില്ല, കാരണം കുഞ്ഞു പിള്ളേർക്ക് വരെ ഉള്ളതായതുകൊണ്ട് നമ്മൾ ഒരുപാട് അങ്ങ് ചെറുതിലോട്ട് പോകുന്നില്ല കേട്ടോ. അപ്പോൾ എന്താ 10 10 20 കണ്ടല്ലോ. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ലല്ലോ, അതിനകത്തിൽ ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ അത്രയും ഓക്കെയാണ്. ഇനി ഇതിൽ നിന്നും ഞാനൊരു എളുപ്പവഴി വരട്ടെ കുഞ്ഞുങ്ങളെ. നമ്മളിതിപ്പോൾ 4 + 4 8 പെട്ടെന്ന് പറയാൻ പഠിക്കണേ. നമ്മളിത് ഇപ്പം തന്നെ പിന്നത്തേക്ക് മാറ്റി വെക്കരുത്. 8 + 8 16. 9 + 9 18. ഒറ്റയടിക്ക് അത് പറയാൻ പഠിക്കണം. മനസ്സിലായോ? ഇനി നമ്മൾ ഇവിടെ ഒന്ന് നോക്കിക്കേ. ഇതിനകത്തിൽ എന്തെങ്കിലും നിങ്ങൾ കണ്ടിട്ടുള്ളത് വല്ലതും ആണോ നോക്കിക്കേ. ആണോ നിങ്ങൾ ഈ ലാസ്റ്റ് തന്നെ? 2 4 6 8 എന്താ 2ൻ്റെ മൾട്ടിപ്പിളാണ് അല്ലേ, 2ൻ്റെ ടേബിളാണിത് അല്ലേ. 1 2 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 തന്നെ 2 വട്ടം 1 2 2 അല്ലേ. ആണോ? 1 തന്നെ 2 വട്ടം വന്നു എന്നാ കുഞ്ഞുങ്ങളെ അതിൻ്റെ അർത്ഥം. 1 തന്നെ നോക്കിയേ, 1 തന്നെ 2 വട്ടം വന്നു. അപ്പോൾ 1 × 2 2. മനസ്സിലായോ? 2 വട്ടം വന്നു. 2 × 2 4. 3 എത്ര വട്ടം? 2 വട്ടം വന്നു. അപ്പോൾ 3 × 2 6. മനസ്സിലായോ? 4 എത്ര വട്ടം? 2 വട്ടം. 4 × 2 8. മനസ്സിലായോ? ഇത് പ്ലസും ഇത് ഇൻറ്റുവും വരുമ്പോഴുണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലായി. എല്ലാവർക്കും ടേബിളും കൂട്ടാനും ഒക്കെ അറിയാം കേട്ടോ. എന്നാലും ഇതിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. 1 2 വട്ടം 1 1 1 2 അതായത് 1 2 വട്ടം വന്നു. 1 × 2 2 2 2 2 + 2 2 + 2 4 അതായത് 2 വട്ടം വന്നു അല്ലേ. അങ്ങനെ ആകുമ്പോൾ 5 എത്ര വട്ടം വന്നു? 5 5 എന്ന് പറയുന്ന 1 2 വട്ടം വന്നു. അപ്പോൾ 5 × 2 10. മനസ്സിലായോ? 6 2 വട്ടം 6 2 12. 7 2 വട്ടം 7 2 14. 8 2 വട്ടം 8 2 16. 9 2 വട്ടം 9 × 2 18. 10 2 വട്ടം. ഈ 2 വട്ടം എന്നുള്ളതാണ് ഇതാണ് 10 2 വട്ടം 9 2 വട്ടം 8 2 വട്ടം 2 ടൈംസ് അല്ലേ. 10 × 2 20.
അപ്പോൾ മനസ്സിലായോ? 2 വട്ടം വന്നതെന്നുള്ള. അപ്പോൾ 2ൻ്റെ ടേബിളും പഠിച്ചു അല്ലേ? ഒരു സംഖ്യ തന്നെ 2 വട്ടം വന്നാൽ എന്താണെന്ന് കൂട്ടാൻ നമ്മൾ അഡീഷൻ പഠിക്കുമ്പോൾ അറിയാൻ വേണ്ടിയാണ് കുഞ്ഞുങ്ങളെ ഇത് പറഞ്ഞത്. അഡീഷനാണ് നമ്മൾ പഠിക്കുന്നത്, മാത്സ് ആണ് പഠിക്കുന്നത്. അഡീഷൻ എളുപ്പവഴി ഒന്ന് പറഞ്ഞു തന്നതാണ്. 6 + 6 എന്ന് വെച്ചാൽ 6 2 വട്ടം, 6 × 2 12 അല്ലെ? 6 + 6 12 ആണെന്ന് നമുക്ക് ഒറ്റയടിക്ക് പറയാൻ അറിയണം. എൻ്റെ കുഞ്ഞുങ്ങളെ, നമ്മൾ മാത്സ് എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ ടേബിൾ പഠിക്കണം കേട്ടോ. ടേബിൾ ഞാനിനി എഴുതി തരേണ്ട കാര്യമില്ലല്ലോ, നിങ്ങളതങ്ങ് എഴുതി പഠിക്കണം. എന്നാൽ കാരണം നമുക്ക് അത്രയും സമയം പോവും. ടേബിൾ പഠിക്കാതെ മാത്സിനകത്തുള്ള ഒരു പണിയും നടക്കത്തില്ല കേട്ടോ. അത് നിങ്ങൾ ഓർത്തോണേ കേട്ടോ. ടേബിൾ പഠിക്കണേ. ഇനി ഞാൻ അതിന് പ്രത്യേകിച്ച് സമയം കളയണ്ടല്ലോ. പിന്നെ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ പറയാം, ഇപ്പം 10 × 0 = 0 ആണ്. ഏതൊരു സംഖ്യയെ ഓർത്തോണ്ടേ കുഞ്ഞുങ്ങളെ, ഏതൊരു സംഖ്യയെ 0 അല്ലെങ്കിൽ 0 വെച്ച് നമ്മൾ ഇൻറ്റു അല്ലെങ്കിൽ ഗുണിച്ചാൽ ആൻസർ 0 ആണ് കേട്ടോ. 8 × 0 എന്താ? 0 ആണ്. 0 × 10 എന്താ? 0 ആണ്. ഈ 0 വെച്ച് എന്ത് ചെയ്താൽ ഓർത്തോണേ, 0 വെച്ച് ഇപ്പം നമ്മൾ 100 × 0 എന്താ? 0 ആണ്. ഇപ്പം 2960 × 0 എന്താ? 0 ആണ്. ഈ 0 നിങ്ങളൊരു ഇത് നോക്കണേ. ഈ 0 ഇത് ഓർത്തോണം. ചിലർ ഈ 10 എന്നൊക്കെ എഴുതി വെക്കുന്നവരുണ്ട്. അതാ ഞാൻ എടുത്ത് പറഞ്ഞത്. ഏതൊരു സംഖ്യയെ ഞാൻ ബേസാണ് കുഞ്ഞുങ്ങളെ എടുക്കുന്നത് മാത്സിൻ്റെ. ഇതറിയാമെങ്കിൽ നമുക്ക് കണക്കിന് ഒരുവിധം ഈ ഒന്നും അറിയാൻ വയ്യാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ഈ വെക്കേഷൻ ക്ലാസ് വെക്കുന്നത്. ഇത് പഠിച്ചിട്ട് വേണം നമ്മൾ ആ സ്കൂൾ തുറക്കുമ്പോൾ നമ്മുടെ ക്ലാസ്സിലോട്ട് ചെല്ലുമ്പോൾ ഉണ്ടല്ലോ നമുക്കിതൊക്കെ എന്ത് അല്ലേ? അപ്പം ഏതൊരു സംഖ്യയെ 0 വെച്ച് നമ്മൾ ഇൻറ്റു ചെയ്യുകയോ അല്ലെ ഗുണിക്കുകയോ അല്ലെ മൾട്ടിപ്പിളോ കേട്ടോ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം കേട്ടോ. ഇംഗ്ലീഷ് മീഡിയക്കാരാകുമ്പോൾ എന്താ ഇൻറ്റു ചെയ്യുക അല്ലെ മൾട്ടിപ്പിൾ ചെയ്യുക എന്നൊക്കെ അല്ലേ പറയുന്നത്. മലയാളം മീഡിയക്കാരെന്താ ഗുണിക്കുമ്പോൾ അല്ലേ? ഏതൊരു സംഖ്യയെ 0 വെച്ച് ഗുണിക്കുമ്പോൾ ആൻസർ എന്താണ്? 0 ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ചെയ്തോ. ഇപ്പോൾ 1968 × 0 എന്താ? 0. ഇപ്പോൾ 0 × 2026 എന്താ? 0. ഓർത്തോണേ. അപ്പോൾ അത് ഓക്കെ ആയി. ഇതൊക്കെ ബേസാണേ കുഞ്ഞുങ്ങളെ. ഏതൊരു സംഖ്യയെ 0 വെച്ച് നമ്മൾ ഗുണിക്കുമ്പോൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ആൻസർ നമുക്ക് എന്താണ്? 0 ആണ്. ഓക്കെ ആണോ? അത്രയും ഓക്കെ ആണേ. നമുക്ക് അടുത്ത ഓരോന്നും ഇപ്പോൾ ഇത് ഒന്നാമത് നമ്മൾ പഠിച്ചതാണ്ട് ഇതാണ് മാത്സിൻ്റെ എന്ന് വെച്ചാൽ ഒരു സംഖ്യ 2 തവണ അല്ലേ? ഒരേ സംഖ്യ തന്നെ 2 തവണ കൂട്ടുമ്പോൾ എങ്ങനെ വരുന്നു, അതിനെ ഇൻറ്റു ചെയ്തപ്പോൾ എങ്ങനെ വന്നു എന്നാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത്. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു സംഖ്യ തന്നെ 2 തവണ. 6 + 6 എന്ന് വെച്ചാൽ 6 2 തവണ അല്ലേ? 6 + 6 എന്ന് വെച്ചാൽ 6 2 തവണ വന്നു. അപ്പോൾ 6 2 12 മനസ്സിലാക്കണേ. അതാണ് നമ്മൾ ഒന്നാമത് പഠിച്ചത്. രണ്ടാമത് പഠിച്ചതെന്ന് വെച്ചാൽ ഏതൊരു സംഖ്യയെ 0 വെച്ച് നമ്മൾ ഗുണിക്കുകയോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചെയ്യുകയോ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്താ കിട്ടുന്നത്? 0 ആണ് കേട്ടോ. ഓക്കെ ആണോ അഡീഷൻ്റെ? അപ്പം ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങളെ. നമ്മളിപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം എന്താ പറയുന്നത്, ഇപ്പം 28 28 എന്ന് പറയാം. അപ്പം നോക്കിയേ, ഒരേ സംഖ്യ നമുക്കറിയാം 8 8 16 അല്ലേ? നമുക്കറിയാം. ശിഷ്ടം 1 2 2 4 4 1 5. അപ്പോൾ നമുക്ക് കൂടുതൽ ഈ ഒരു കണക്ക് തന്നാൽ നല്ല ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ പിന്നെയും കൂട്ടി കയ്യിലെ വിരലുകൾ തല്ലി പറിക്കാതെ ഇത് നമുക്ക് ചെയ്യാൻ അറിയണം. മനസ്സിലായോ? ഇപ്പം 37 + 37 ഇത് കാണുമ്പോൾ 7 7 14 3 3 6 1 7 കണ്ടോ? ഒറ്റയടിക്ക്. കാരണം കൈ ഇങ്ങോട്ട് വലിച്ചെടുക്കരുത്. അതിന് മുമ്പേ അത് ചെയ്ത് കഴിയണം. ഇപ്പം പിടികിട്ടിയോ? അഡീഷൻ മനസ്സിലായോ നിങ്ങളെ? നിങ്ങളെ എനിക്കൊന്ന് പഠിപ്പിക്കാനുണ്ട് കേട്ടോ. അഡീഷൻ ഓക്കെ ആണല്ലോ. നമുക്കിനി അഡീഷൻ നമുക്ക് എങ്ങനെയായാലും ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അല്ലേ? പിന്നെ ഇത് കുറച്ചുകൂടെ എളുപ്പമുള്ള വഴി ഞാനങ്ങ് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി ഞാൻ ഓരോ ക്ലാസ്സിലും കൂടുതൽ എളുപ്പ വഴികൾ വല്ലതൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങളോട് വന്ന് ഞാൻ പറയാം കേട്ടോ. ഇനി മിക്കവാറും ഉള്ളവർക്കെല്ലാം ഈ സബ്ട്രാക്ഷൻ അല്ലെങ്കിൽ കുറയ്ക്കാനുള്ളതിൽ തെറ്റുന്ന ഒരു കാര്യം ഞാൻ പറയാം നിങ്ങളെ. ഇവിടെ നോക്കണേ. ഇപ്പം 10 - 1 നോക്കണേ. ഇതെല്ലാവർക്കും തെറ്റുന്നതാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ 1000 - 1 ഒന്ന് കുറയ്ക്കാൻ പറഞ്ഞേ നിങ്ങളോട്. 1000 - 1 നിങ്ങളൊന്ന് കുറച്ചേ. ഇപ്പം സമയമില്ലെന്നോ എന്തോലും ആയിരിക്കും മനസ്സ് വിചാരിച്ചില്ലേ? നോക്കിക്കേ. 10 - 1 ഇവിടെ നോക്കൂ നിങ്ങളെ. 0 ൽ നിന്ന് 1 എടുക്കാൻ പറ്റുമോ?
പൂജ്യത്തിൽ നിന്നും 1 കുറയ്ക്കാൻ പറ്റും. 0 എന്ന് വെച്ചാൽ ഒന്നുമില്ല. അതിനകത്ത് നിന്ന് 1 എടുക്കാൻ പറഞ്ഞാൽ നടക്കുമോ? ഇല്ല. അപ്പം നമ്മൾ അതിനെ രണ്ടിനെയും കൂടെ ഒരുമിച്ച് 10 ആണ് അല്ലേ. 10 - 1 എന്താ 9 ആണ്. അതിന് നമുക്ക് കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല, കാരണം കുഞ്ഞു സംഖ്യ ആയതുകൊണ്ട് നമുക്കറിയാം അല്ലേ. ചെറിയ സംഖ്യ ആയതുകൊണ്ട് കൂടുതലില്ല. എന്നാൽ 100 നോക്കണേ, 100 - 1 എങ്ങനെ ചെയ്യും? 100ൽ നിന്ന് 1 പോയാൽ 99 അല്ലേ. 99. കാരണം എന്താ? അതും ചെറിയ സംഖ്യ ആയതുകൊണ്ട് ഒരുവിധം അറിയാം. എന്നാലും ഞാൻ പറയാം കുഞ്ഞുങ്ങളെ, 0ൽ നിന്ന് 1 കുറയ്ക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ തൊട്ടിപ്പുറത്ത് നോക്കിയേ, അവിടെയും 0 അല്ലേ. കടമെടുക്കേണ്ടത് തൊട്ട് ലെഫ്റ്റിൽ നിന്നാണല്ലോ. തൊട്ട് ലെഫ്റ്റിൽ നോക്കിയപ്പോൾ അവിടെയും 0. നിങ്ങളപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാം? ഈ 0 വന്നു കഴിഞ്ഞാൽ ആ തൊട്ടിപ്പുറത്ത് നോക്കിയേ, അത് രണ്ടും കൂടി അങ്ങ് എടുക്കണം. ഓർത്തോണേ, ഇത് നിങ്ങൾക്ക് തെറ്റുന്നവർക്ക് വേണ്ടിയാണ് കുഞ്ഞുങ്ങളെ. ഇവിടെ 0ൽ നിന്നാണ് 1, മൈനസാണ്, സബ്ട്രാക്ഷനാണ് അല്ലെ, കുറയ്ക്കാനാണ് നമ്മളോട് ചോദിച്ചത്. 0ൽ നിന്നും 1 കുറയ്ക്കാൻ നമുക്ക് പറ്റത്തില്ല. 0 എന്ന് വെച്ചാൽ ഒന്നുമില്ല. ഒന്നുമില്ലാത്തതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ 1 എടുക്കുന്നത്? നമുക്ക് പറ്റത്തില്ല. അപ്പം നമ്മൾ എപ്പോഴും നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് കടമെടുത്തുകൊണ്ട് വരുക നമ്മുടെ ജോലി അല്ലേ. തൊട്ട് ലെഫ്റ്റ് സൈഡിൽ നോക്കിയപ്പോൾ ആരാ? അവിടെ ഒരു 0 അടക്കുന്നത് അല്ലേ. 0ൽ നിന്ന് എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മൾ അതിനെ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് അങ്ങ് എടുത്തു. അവിടെ എന്താ വന്നത്? 10 അല്ലേ. ആ 10ൽ നിന്നും 1 ഇങ്ങോട്ട് കടമെടുക്കേണ്ടത്. അപ്പം ഈ 0 അങ്ങ് എന്തായി? 10ൽ നിന്ന് 1 ഇവിടെ തെറ്റുന്നവർ നോക്കിക്കോളൂ കുഞ്ഞുങ്ങളെ. 10ൽ നിന്ന് ഇവിടെ 10 അല്ലേ നമ്മൾ എടുത്തേ. 10ൽ നിന്നും 1 ഇങ്ങോട്ട് കടമെടുത്തപ്പോൾ ഈ 0 കൂടെ ആയപ്പോൾ അത് 10 ആയി. 10ൽ നിന്ന് 1 ഇങ്ങോട്ട് പോയപ്പോൾ പിന്നെ ഇവിടെ ആരേ ഉള്ളൂ? 9 ഉള്ളൂ. ഇതാണ് അറിയേണ്ട കാര്യം. ഇവിടാണ് മിക്കവാറും ഉള്ളവർക്കെല്ലാം തെറ്റുന്നത്. മനസ്സിലായോ? തെറ്റിക്കല്ലേ. ഇവിടെ 0ൽ നിന്ന് 1 എടുക്കാൻ പറ്റത്തില്ല. തൊട്ട് ലെഫ്റ്റ് സൈഡിൽ 0 ആണ്. അപ്പം നമുക്ക് ആ 0ൽ നിന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അതിനെ രണ്ടിനെയും കൂടെ നമ്മൾ അങ്ങ് എടുത്തു. 10. 10ൽ നിന്ന് 1 ഇങ്ങോട്ട് കടമെടുത്തത്. അപ്പം ഇവിടെ എത്രയാ? ഇവിടെ എത്ര വന്നു? 10 ആയി അല്ലേ. എന്ന് വെച്ചാൽ ഈ 0ൻ്റെ കൂടെ ഇപ്പുറത്ത് 1 കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഇവിടെ 10ൽ നിന്ന് 1 അങ്ങോട്ട് കൊടുത്തപ്പോൾ ബാക്കി 9 ഉള്ളൂ. അപ്പോൾ ഇവിടെ 10ൽ നിന്ന് 1 പോയാൽ 9. ഈ 9 താഴെ ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് 9. അപ്പം 99. ചില കുട്ടികൾ പറയും ഇതൊക്കെ എന്താ, ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ വലിയ വലിയ സംഖ്യകൾ തരുമ്പോഴാവും നിങ്ങളെ ഈ തെറ്റുന്നത് കേട്ടോ. നിങ്ങൾ പല ക്ലാസ്സുകാരായിരിക്കുമല്ലോ കാണുന്നത്. അതുകൊണ്ട് ഇപ്പം ഞാൻ പറയാം, 1000 - 1 നമ്മൾ ആ പറഞ്ഞ രീതി തന്നെ നോക്കിയേ. ഇവിടെ 0ൽ നിന്ന് 1 പോകുമോ? ഇല്ല. അപ്പം തൊട്ട് ലെഫ്റ്റിൽ നോക്കിയേ 0, അപ്പുറം നോക്കിയേ 0. കടമെടുക്കാൻ പറ്റുമോ? അപ്പം എന്താ നമുക്ക് എടുക്കാം? ഇവിടെ 100നെ നമുക്ക് എടുക്കാം. എളുപ്പ വഴിയാണ് കേട്ടോ. 100നെ എടുക്കാം. 100ൽ നിന്ന് 1 ഇങ്ങോട്ട് കൊടുത്തപ്പോൾ 10 ആയി കേട്ടോ. 1 ഇങ്ങോട്ട് കൊടുത്തത്. 0ൻ്റെ കൂടെ 1 കൂടെ കൊടുത്തപ്പോൾ 10 ആയി. 100ൽ നിന്ന് 1 കുറച്ചപ്പോൾ ഇവിടെ ആരാ? 99 ആയി. മനസ്സിലായോ? 100ൽ നിന്ന് 1 കുറച്ചപ്പോൾ 99. അപ്പം 10ൽ നിന്ന് 1 കുറച്ചേ എത്ര? 9. 99 അല്ലേ ബാക്കി വന്നത്. ആ 99 അങ്ങ് എഴുതണം. ഇപ്പം പിടികിട്ടിയോ? മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ 1 ലാക്ക്, ലാക്കിന് എത്ര 0 ഉണ്ടോ നിങ്ങൾ അതൊന്ന് പഠിച്ചു വെച്ചേക്കണേ കേട്ടോ. മനസ്സിലായോ? അതായത് അതുകൂടെ അങ്ങ് പറയാം. ഇപ്പം ഇത് നിങ്ങൾ മനസ്സിൽ നമ്മൾ ബേസാ പഠിക്കുന്നത് കൊണ്ടാണ് ഈ ഓരോന്ന്. 10ന് 1 0 കേട്ടോ. 1 0 0 അല്ലെങ്കിൽ 0. ഇത് നമ്മളെല്ലാം മനസ്സിൽ അറിയേണ്ടതുകൊണ്ടാണ്. 100 എന്ന് കേൾക്കുമ്പോഴേ ഓർത്തോണം 2 0 ഉണ്ട്. 1000 എന്ന് കേൾക്കുമ്പോഴേ ഓർത്തോണം 3 0 ഉണ്ട്. ഇത് പഠിക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. പെട്ടെന്ന് നിങ്ങളോട് 1 ലാക്ക് എന്ന് എഴുതാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇത് തപ്പും. എത്ര 0 ഉണ്ടെന്നല്ലേ? 1 ലാക്ക്. അപ്പം 3 0, 1s, 10s, 100, 1000 അല്ലേ. അങ്ങനെയാണെങ്കിൽ 10,000. പിന്നെ നിങ്ങൾ ഈ കോമ ഇടുന്നതുകൊണ്ട് ഒന്ന് പഠിക്കാം കേട്ടോ. 1000ൻ്റെ അവിടെ കഴിഞ്ഞ് ഒരു കോമ. 10,000. 10,000ന് എത്ര 0 ആണ്? 4 0. അങ്ങനെയാണെങ്കിൽ 10,000 കഴിഞ്ഞ് എന്താണ്? ലാക്ക്. ലാക്കിനപ്പം എത്ര വരും? 5 0 കേട്ടോ. 5 0 3 ഇങ്ങനെയാണ് കോമ ഇടുന്നത്. ഈ കോമ ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. എവിടൊക്കെയാണ് ഈ കോമ വരുന്നതെന്ന് ഓർത്ത് വെച്ചേക്കണം. ഇത് ഇന്ത്യൻ സിസ്റ്റമാണ്. ഇന്ത്യൻ സിസ്റ്റം ഉണ്ട്, ഇൻ്റർനാഷണൽ സിസ്റ്റം ഉണ്ട് കേട്ടോ. ഈ ഇൻ്റർനാഷണൽ സിസ്റ്റത്തിലാണ് മില്യണൊക്കെ വരുന്നത്. അത് നമുക്ക് വേറൊരു ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. ഇന്ത്യൻ സിസ്റ്റവും ഇൻ്റർനാഷണൽ സിസ്റ്റവും ഉണ്ട് നമുക്ക് പഠിക്കാൻ. ഇത് ഇന്ത്യൻ സിസ്റ്റത്തിലാണ് ഞാൻ ഈ പറയുന്നത്. കോമ വരുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. നോക്കൂ നിങ്ങളെ, 1s, 10s, 100, 1000, 10,000, ലാക്ക്. ലാക്കിനപ്പം എത്ര 0 വരുന്നുണ്ട്? 5 0 വരുന്നുണ്ട് കേട്ടോ. 5 0 വരുന്നത്. ഞാനീ പറയുന്ന ഓരോന്നും ശ്രദ്ധയോടുകൂടി പഠിക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. എൻ്റെ ഈ വെക്കേഷൻ ക്ലാസ് കാണുന്ന കുഞ്ഞുങ്ങൾക്ക് എനിക്കറിയാം എന്തായാലും ഒരു 50% മാക്സിൽ ഒരു കുറച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും.
ഓർത്തോണേ കുഞ്ഞുങ്ങളെ. 10 എന്ന് വെച്ചാൽ 10 അല്ലേ, 10ന് 1 പൂജ്യം. 100 എന്ന് വെച്ചാൽ 100, 100ന് 2 സീറോ. 1000 എന്ന് വെച്ചാൽ 1000, 1000ന് 3 പൂജ്യമാണ്. 10000, 10,000ന് 4 സീറോ. ലാക്കിന് 5 സീറോ. എടുത്ത് ഞാൻ പറയാം, ലാക്കിന് 5 സീറോ ആണ് കേട്ടോ. ഈ തെറ്റുന്നത് എനിക്കറിയാം, എവിടെ ഓരോ കുട്ടികൾക്കും പാളിച്ച വരും എന്നുള്ളതാണ് ഞാൻ ഈ എടുത്ത് പറയുന്നത് കേട്ടോ. ചിലപ്പോൾ നമ്മൾ ഈ കണക്കൊക്കെ ചെയ്യുമ്പോൾ 1 ലാക്കൊന്നും എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എണ്ണുവാകും, എത്ര പൂജ്യം, അപ്പുറം ഇപ്പുറം ഒക്കെ നോക്കിയില്ലേ പെടലി അടിച്ച് ചാവും. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും എവിടെ ഇല്ലയോ. അപ്പം ഇത് അറിയാവുന്നവരായി 1 ലാക്ക് എന്ന് കേൾക്കുമ്പോഴേ 5 സീറോ കേട്ടല്ലോ. 1 ലാക്ക് എന്ന് കേൾക്കുമ്പോഴേ 5 സീറോ ഓക്കെ ആണല്ലോ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഏതായിരുന്നു, ഏതൊരു സംഖ്യയെ സീറോ വെച്ച് ചെയ്യുമ്പോഴും എന്താവും നിങ്ങളെ സീറോ തന്നെയാണ് അല്ലേ. ഇതാണ് നമ്മൾ പഠിച്ചത്, അതിന് സംശയമൊന്നുമില്ലല്ലോ. സീറോയെക്കുറിച്ച് നമ്മൾ പഠിച്ച് ഇവിടെ കൂട്ടുന്ന കാര്യമായിരുന്നു അല്ലേ. അപ്പം നമ്മൾ ഓർത്തോണം, ഇപ്പം നമ്മൾ 1 ലാക്കിനെ കുറിച്ചാണ്. 1 ലാക്ക് എന്ന് വെച്ചാൽ എത്ര, 5 പൂജ്യം, 3 5 പൂജ്യം. അതിൽ നിന്ന് 1 കുറയ്ക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലേ, നമ്മൾ മൈനസ് ആണ് പഠിച്ചത്, കുറയ്ക്കുന്ന കാര്യമാണ്. ഈ പൂജ്യം വരുമ്പോഴാണ് എല്ലാവർക്കും തെറ്റുന്നത്. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞത്. ഇവിടെ നോക്കൂ നിങ്ങളെ, സീറോയിൽ നിന്നും 1 കുറയ്ക്കാൻ നമുക്ക് പറ്റുന്നില്ല. പറ്റുന്നുണ്ടോ, ഇല്ല. അപ്പം നമ്മൾ തൊട്ടിപ്പുറത്ത് കിടക്കുന്നത് ആരാണെന്ന് നോക്കുക. നോക്കി, തൊട്ടിപ്പുറത്ത് ആരാ കിടക്കുന്നത്, 1 ലാക്ക്, 10,000 അല്ലേ. 10,000 അല്ലേ. 1s 10s 100 1000 10,000 10,000 ആണ് ഇവിടെ കിടക്കുന്നത്. ഈ 10,000 നിന്ന് വേണം 1 അങ്ങോട്ട് കൊടുക്കാൻ. അപ്പോൾ ഇവിടെ എത്രയാ, 10. ഈ 10,000 നിന്ന് 1 അങ്ങ് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഓർത്താൽ കുഞ്ഞുങ്ങളെ, ഇവിടെ എത്ര സീറോ ഉണ്ടോ അത്രയും 9 അങ്ങിട്ട് വെച്ചാൽ മതി. ആ ക്ലൂ പഠിച്ചാൽ മതി കേട്ടോ. ഇവിടെ എത്ര, ഇവിടെ നോക്കിയേ, 1 സീറോ അല്ലേ, അപ്പോൾ 1 9. ഇവിടെ നോക്കിയാൽ 2 സീറോ അല്ലേ, അപ്പോൾ 2 9. ഇവിടെ നോക്കിയാൽ 3 സീറോ അല്ലേ, ഈ ക്ലൂ പഠിച്ചാൽ മതി. 3 സീറോ അല്ലേ, അപ്പോൾ ഇവിടെ 3 9. പടി കിട്ടിയോ? ഈ ക്ലൂ ഒന്നും ആർക്കും പറഞ്ഞു കൊടുക്കരുത് കേട്ടോ. അതായത് 1 കുറയ്ക്കുന്നതാണേ, 1ൻ്റെ കാര്യമാണേ. 10ൽ നിന്ന് 1 കുറച്ചാൽ 10ന് 1 പൂജ്യം, അപ്പോൾ 1 9. മനസ്സിലായോ? 100 എന്ന് വെച്ചാൽ 2 പൂജ്യം. ഞാൻ ഈ പറഞ്ഞ പൂജ്യത്തിൻ്റെ കണക്ക് പഠിച്ചവർക്ക് എളുപ്പം പറയാം. 100 എന്ന് വെച്ചാൽ 2 പൂജ്യം അല്ലേ. 2 പൂജ്യം ആയതുകൊണ്ട് 1 കുറച്ചാൽ 2 9, എത്ര, 99. 3 പൂജ്യം എന്ന് പറയുന്നത് 1000 ആണ് അല്ലേ. 0 3 അല്ലേ, അപ്പം 3 9. മനസ്സിലായോ? അടുത്ത 5 എന്താ, 5 സീറോ ആണ് ലാക്കിന് അല്ലേ. അപ്പോൾ ഇവിടെ എത്ര 9 വരും, 5 സീറോ അല്ലേ. അപ്പോൾ ഇവിടെ എത്ര, നമ്മളൊന്ന് പറഞ്ഞേ, 5 സീറോ ആയതുകൊണ്ട് അവിടെ എത്ര 9 വരും, 5 9 വരും അല്ലേ. 1 2 3 4 5 കേട്ടോ. മനസ്സിലായോ? ഈ ക്ലൂ ഒക്കെ പഠിക്കാമെങ്കിൽ മാത്സിന് ഇതൊക്കെ എളുപ്പ വഴികളാണ്. ഇനി ആർക്കെങ്കിലും ഈ സീറോ -1 വെച്ച് ചെയ്ത സീറോയെ ഇത്രയേ ഉള്ളൂ നിങ്ങൾ, എത്ര സീറോ ഉണ്ടോ, ഇപ്പം നോക്കിക്കേ, ഇത് ഞാനൊരു എളുപ്പ വഴി പറഞ്ഞതാണ് നിങ്ങൾ കേട്ടോ. എത്ര സീറോ ഉണ്ടോ അത്രയും 9 വരും. മനസ്സിലായോ? ഇപ്പം നമ്മൾ പറയാം സ്മാളസ്റ്റ് 1 ഡിജിറ്റ് നമ്പർ, ഇതുകൂടെ പറയാം. നോക്കിക്കേ, സ്മാളസ്റ്റ്, ഇതൊന്ന് പഠിക്കണേ, സ്മാളസ്റ്റ് 1 ഡിജിറ്റ് നമ്പർ, 1 ഡിജിറ്റ് നമ്പർ ഏതാ? ഏറ്റവും ചെറിയ 1 ഡിജിറ്റ് നമ്പർ 1 ആണ് അല്ലേ. 1 ഡിജിറ്റുള്ള ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ അല്ലേ. എങ്ങനെയാ, ചെറിയ ഒറ്റ സംഖ്യ എന്ന് പറയും കേട്ടോ. ഒറ്റ സംഖ്യ 1 അല്ലേ. എന്നാൽ ബിഗ്ഗസ്റ്റ്, സ്മാളസ്റ്റും ബിഗ്ഗസ്റ്റ് ഏറ്റവും വലിയ 1 ഡിജിറ്റ് നമ്പർ, 1 ഡിജിറ്റ് നമ്പർ, ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. ഏറ്റവും വലിയ 1 ഡിജിറ്റ് നമ്പർ 9 ആണ് അല്ലേ. അതായത് ഏറ്റവും വലിയ എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഏറ്റവും വലിയ ഒറ്റ സംഖ്യ, ഒറ്റ എന്ന് വെച്ചാൽ ഒരെണ്ണമുള്ള ഒറ്റ സംഖ്യ, ഏറ്റവും വലുത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ നിങ്ങളെ, ബിഗ്ഗസ്റ്റ് 9 ആണ് കേട്ടോ. ഏറ്റവും വലുത് ഏതാണ്, ചെറുത്. അങ്ങനെയാണെങ്കിൽ ചെറിയ 2 അക്ക സംഖ്യയോ, സ്മാളസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ അല്ലേ. 2 ഡിജിറ്റ് നമ്പർ ഏതാ, സ്മാളസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ 10 ആണ് അല്ലേ. ബിഗ്ഗസ്റ്റ് 2 ഡിജിറ്റ് നമ്പറോ, ബിഗ്ഗസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ ഏതാവും ഞങ്ങളെ, 99 ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ സ്മാളസ്റ്റ് 3 ഡിജിറ്റ് നമ്പറോ, 3 ഡിജിറ്റ് നമ്പർ 100 ആണ് അല്ലേ. ബിഗ്ഗസ്റ്റ് ഏതായിരിക്കും, ബിഗ്ഗസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ഏതായിരിക്കും, 999. മനസ്സിലായോ? ആ ക്ലൂ അറിയാമോ? ഇപ്പം 1 9, 1 ഏറ്റവും ചെറിയ ഒരക്ക സംഖ്യ, ഏറ്റവും വലിയ ഒറ്റ സംഖ്യ അല്ലേ. സ്മാളസ്റ്റ് 1 ഡിജിറ്റ് നമ്പർ, ലാർജസ്റ്റ് 1 ഡിജിറ്റ് നമ്പർ. ഇനി സ്മാളസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ, ലാർജസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ. മനസ്സിലായോ? സ്മാളസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ, പിന്നെ ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ. സ്മാളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തോ മനസ്സിലായി,
ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തോ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ നോക്കിയേ, സ്മാളസ്റ്റ് ലാർജസ്റ്റ്, മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഇവിടെ എന്ത് ചെയ്യും, ഓരോ 0 കൂടും, ഇവിടെ ഓരോ 9 കൂടും. അപ്പോൾ എത്രയാണോ നമ്മളോട് ചോദിക്കുന്നത് അതിൻ്റെ അനുസരിച്ച് എഴുതിയാൽ മതി. വല്ലോ മനസ്സിലാവുന്നുണ്ടോ? അതോ ഞാൻ ചുമ്മാതെ ചപ്പിളി എന്ന് പറഞ്ഞിരിക്കുവാന്നോ? എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ അല്ലെങ്കിൽ ഏറ്റവും സ്മാളസ്റ്റ് 1 ഡിജിറ്റ് നമ്പർ, ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ 1 ആണ് അല്ലേ? 1 ആണ് അല്ലേ? ഏറ്റവും വലുത് 9 ആണ്. ഏറ്റവും ചെറിയ 2 ഡിജിറ്റാണ് 10, വലുത് 99, ചെറുത് 3 ഡിജിറ്റ് 100. കണ്ടോ? ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ബുദ്ധിയുള്ളവർക്ക് എഴുതാം 19, 29, 39, 49, 59 എന്ന് താപ്പോട്ട്. കണ്ടോ? ഇവിടെ ഓരോ 0 കൂട്ടി എഴുതുക. മാത്സ് എന്ന് പറയുന്നത് എന്താ, തനക്കകത്ത് ഇച്ചിരി ആൾതാമസം വേണം എന്ന് വിചാരിച്ചാൽ നമുക്ക് ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് നമുക്ക് ഇരിക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് പഠിക്കണം കുട്ടികളെ. നമുക്ക് സത്യം പറഞ്ഞാൽ ഒന്നും അറിയത്തില്ല. മാത്സിൻ്റെ ABCD നമുക്ക് അറിയത്തില്ല. നമ്മൾ എന്താ ഒന്നേന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ കയറി എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞിരുന്ന് എന്നാൽ നമ്മുടെ ജീവിതകാലം മൊത്തവും നമ്മൾ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. എനിക്കറിയത്തില്ല. മിക്ക പിള്ളേരും പറഞ്ഞാൽ മാത്സ് വലിയ പാടാണ്, പക്ഷേ ഏറ്റവും എളുപ്പമുള്ളതും നമുക്ക് എന്തെങ്കിലും ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മനസ്സിലാവുന്നതും മാത്സ് തന്നെ ആവും നിങ്ങൾ കേട്ടോ. ഈ സോഷ്യലായാലും സയൻസ് ആയാലും വാരി പഠിച്ച് ഇച്ചിരി കഴിഞ്ഞ് ചോദിച്ചാൽ വല്ലോട്ട് അറിയാവോ? അതും ഇല്ല. ഇതില്ലയോ സത്യം ഇല്ലയോ? സോഷ്യലും സയൻസും ഒക്കെ ഇരുന്ന് നമ്മൾ ഇരുന്ന് പുറത്ത് വരുന്ന പഠിക്കുക, എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് ചോദിച്ചാൽ കഥ അല്ലേ? പക്ഷേ മാത്സ് അങ്ങനെയല്ല. നമുക്ക് ചില കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മളത് മരിക്കുന്നിടം വരെ അത് നമ്മളിങ്ങനെ ഓർത്ത് വെച്ചുകൊണ്ടിരിക്കും കേട്ടോ. എന്ന് പറയുന്ന പോലെ ഇതൊക്കെ ബേസാണ് കുഞ്ഞുങ്ങളെ. ഇതൊക്കെ നല്ലതുപോലെ പഠിക്കണം കേട്ടോ. ഇനി ഞാനൊരു എളുപ്പ വഴി, ഇഷ്ടം പോലെ ഉണ്ട്. മാത്സ് എന്ന് വെച്ചാൽ ഇങ്ങനെ ചങ്ങല പോലെ കിടക്കുകയാണ്. ഏറ്റവും ചെറുത് നോക്കിയാണ് കുഞ്ഞുങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നത്. ഇനി മാത്സിൻ്റെ വേറൊരു കാര്യം ഞാൻ പറയാം, ഇതൊന്ന് ഓർത്തോടെ. നമ്മളിപ്പോൾ അഡീഷനും മൾട്ടിപ്പിളും ഒക്കെ എളുപ്പമുള്ള വഴികളൊക്കെയാണ് ഈ പഠിക്കുന്നത് അല്ലേ? കുറയ്ക്കുന്നത്, 0 വന്നു കഴിഞ്ഞാൽ കുറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. നിങ്ങൾക്ക് ഒരു എളുപ്പ വഴിയോടെ ഞാൻ പറഞ്ഞു. ഇപ്പം 10 ഏതൊരു സംഖ്യയെ നമ്മൾ 5 വെച്ച് ഡിവിഷൻ, അതായത് ഇൻറ്റു അറിയാവുന്നവർക്ക് ഡിവിഷൻ ചെയ്യാൻ പറ്റും അല്ലേ? 10 ഡിവൈഡ് എന്നാണ് ഡിവിഷൻ അല്ലേ? ഹരിക്കുക അല്ലേ? ഡിവൈഡ് ചെയ്യുക, ഹരിക്കുക, ഭാഗിക്കുക, എങ്ങനെ വേണമെങ്കിലും ഇതിനെ പറയാം. അപ്പോൾ 10 ഡിവൈഡ് 5 നമ്മൾ സാധാരണ രീതി ചെയ്യണമെങ്കിൽ 10 ഡിവൈഡ് 5. അപ്പോൾ 5ൻ്റെ ടേബിൾ ചെല്ലുക. എത്ര 5ആണ്? 10. 2 5ആണ് 10. 10ൽ നിന്ന് 10 കുറയ്ക്കണം, 0 ആണ്. അപ്പോൾ ആൻസർ ഇവിടെ 2 ആണ് അല്ലേ? 2 ആണ് അല്ലയോ? ഇങ്ങനെയല്ലയോ നമ്മൾ ചെയ്യുന്നത്? അതുപോലെ തന്നെ നമ്മൾ പറയുക, ഇപ്പം 40 ഡിവൈഡ് 5 അല്ലേ? 40നെ നമ്മളെങ്ങനെ ചെയ്യും? 40 ഡിവൈഡ് 5. എങ്ങനെ ഇത്? 5ൻ്റെ ടേബിൾ ചെല്ലുമ്പോൾ 40 വരുന്നുണ്ടോ? ഉണ്ട്. എത്ര? 8 5 40. അങ്ങനെയല്ലേ ചെയ്യുന്നത്? 0. ഇങ്ങനെ വരുമ്പം കുറയ്ക്കുവാന്നേ. ഡിവിഷൻ അറിയാമോ? നിങ്ങൾക്ക് എന്താണോ അറിയാൻ വയ്യാത്തത് അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഡിവിഷനോ അഡീഷനോ ഒന്നും അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ അത് എന്നോട് കമൻറ്റ് ബോക്സിൽ പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കമൻറ്റ് ബോക്സ് അനങ്ങുന്നില്ല. ഇനി നിങ്ങൾ കാണാത്ത കൊണ്ടാണല്ലോ. നോക്കിക്കേ, 8 5 40. ഇനി ഇതിനൊരു എളുപ്പവഴി ഞാൻ പറയാം. ഇനി ഇങ്ങനെ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ നമുക്ക് 5 വെച്ച് ഡിവൈഡ് ചെയ്യണം. മനസ്സിലാക്കണേ നിങ്ങൾ? എളുപ്പവഴിയാണ്, എല്ലാം എളുപ്പവഴിയാണ് അല്ലേ? അപ്പോൾ നോക്കിയേ, ഞാൻ പറയാം. ഇപ്പം 10 ഡിവൈഡ് 5, അടുത്ത 20 ഡിവൈഡ് 5, അടുത്ത 30 ഡിവൈഡ് 5. ഒരു എളുപ്പവഴി പറയാം കേട്ടോ. 40 ഡിവൈഡ് 5, ഇതെല്ലാം 5 വെച്ചാൽ കേട്ടോ. 50 ഡിവൈഡ് 5, 60 ഡിവൈഡ് 5, 70 ഡിവൈഡ് 5, 80 ഡിവൈഡ് 5, 90 ഡിവൈഡ് 5, 100 ഡിവൈഡ് 5. ടൈം അങ്ങ് പോകുന്നുണ്ടല്ലേ? അതായത് മാത്സിലോട്ട് കയറി കഴിഞ്ഞാലുണ്ടല്ലോ സമയം പോകുന്നത് വളരെ എളുപ്പമായിരിക്കും. പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മളെല്ലാം എളുപ്പവഴിയാണ് കുഞ്ഞുങ്ങളെ പഠിക്കുന്നത്. ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ 5 വെച്ച് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പോൾ 10 ഡിവൈഡ് 5, ഇതിൻ്റെ എല്ലാം 0 കട്ട് ചെയ്യണേ. എളുപ്പവഴിക്ക് വേണ്ടി പറയുന്നതാണേ. 0 എല്ലാം ഞാൻ എന്ത് ചെയ്തു? നോക്കിയേ, കട്ട് ചെയ്തു. എല്ലാം ഓരോ 0 വീതം ഞാൻ കട്ട് ചെയ്തു. മനസ്സിലാക്കണേ. ഇനി എന്ത് ചെയ്യുന്നറിയാം? നമുക്ക് ആ 0 കഴിഞ്ഞിട്ട് എത്ര ഉണ്ടോ അതിനെ നമ്മൾ 2 വെച്ച് ഇൻറ്റു ചെയ്താൽ മതി. എന്താ? 2 വെച്ച്, അതായത് 1 ഇൻറ്റു 2 എത്ര? 2. 2 ഇൻറ്റു 2 എത്ര? 4. മനസ്സിലായോ? അടുത്ത 3 ഇൻറ്റു 2 എത്ര? 2 3 6. അടുത്ത 40 അല്ലേ? എത്ര? 4 ഇൻറ്റു 2
8. സംശയം ഉണ്ടെങ്കിൽ നോക്കിയേ. 5 8 40, 6 5 30, 5 4 20, 5 2 10. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? അടുത്ത 50 ഡിവൈഡ് 5. നമ്മൾ അല്ലാതെ ഇങ്ങനെ മാറ്റിയിട്ട് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഇതൊരു എളുപ്പവഴി ഞാൻ പറഞ്ഞതാണ്. 50 ഡിവൈഡ് 5 എന്ന് വെച്ചാൽ ഒരു 5 5, പിന്നെ ഒരു 0, ആ 0 എഴുതി 10 വരും. ഇനി നമ്മൾ പറഞ്ഞ രീതി അനുസരിച്ചാണെങ്കിൽ എന്തായി? 0 കട്ട് ചെയ്ത് ഇൻറ്റു 2, 5 2 10. മനസ്സിലായോ? ഇത്രയും കിടന്ന് നമ്മൾ ചെയ്യണ്ട. ഇങ്ങനെ ഒരു എളുപ്പവഴി ഈ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 വരികയാണെങ്കിൽ ഇതെല്ലാം എളുപ്പവഴിയാണ് നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ 60, 6 ഇൻറ്റു 2 എത്ര? 12 കേട്ടോ. 70, 7 ഇൻറ്റു 2 14. മനസ്സിലായോ? 8 2 16, 9 2 18. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇത് എത്രയാണ് ആൻസർ എന്ന് കേട്ടോ. ആൻസർ കീയിൽ എല്ലാത്തിൻ്റെയും ഞാൻ ഓരോ റിവിഷൻ തരുന്നുണ്ട്. ഇതൊന്ന് പറയണേ നിങ്ങൾ. ഇത് കമൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ ആൻസർ ഒന്ന് പറയണേ. ഇത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഏതൊരു സംഖ്യയും നമ്മൾ 5 വെച്ച് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്തിൽ ഇപ്പോൾ ഈ നമ്പർ കണ്ടോ. ഇതിനിപ്പം ഞാൻ വേറെ ഇപ്പം നമ്മൾ പറയാം 340. ഇപ്പം ഇനി നിങ്ങൾ പറയും ഈ 5 10 20 മാത്രമേ ഉള്ളൂ. 340 ഡിവൈഡ് 5 അങ്ങനെ വന്നാലും എന്തോ ചെയ്യും? ഈ 0 കട്ട് ചെയ്യുക ഇൻറ്റു 2 എത്ര വരും? അതാണ് ഇവിടെ. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഇവിടെ 0, ഇവിടെ 5 വെച്ചും കൂടെ ആണ്. അതുകൊണ്ടാണ് ഏതൊരു സംഖ്യയും നമ്മൾ അങ്ങനെ അല്ല ചെയ്യുന്നത്. 5 വന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇൻറ്റു 2 വെച്ച് ചെയ്തത്. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയും മതി കുഞ്ഞുങ്ങൾ. നമ്മൾ മാത്സ് ആയതുകൊണ്ട് എന്താ ഒരുപാട് ഇങ്ങനെ ഘട്ടങ്ങളായി നമുക്ക് ഓരോ പാർട്ടായിട്ട് ഓരോ ദിവസം കാണാം. നമുക്കിനി ദിവസങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ കുഞ്ഞുങ്ങളെ കേട്ടോ. മാത്സ് ആണ് ഇന്ന് നമ്മൾ ഓരോന്ന് പഠിച്ചതിനെക്കുറിച്ചും അഡീഷനാണ്. അഡീഷൻ്റെ ഒരു എളുപ്പവഴി ആദ്യം പറഞ്ഞു. ഏതൊരു സംഖ്യയെ 0 കൊണ്ട് ഇൻറ്റു ചെയ്താലും ആൻസർ 0 തന്നെ ആയിരിക്കും. പിന്നെ മൈനസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൈനസ് അതായത് 10നെ കേട്ടോ ഏതൊരു സംഖ്യയെ 1 കൊണ്ട് കുറയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം, അതായത് 0 വരുമ്പോൾ എല്ലാവർക്കും തെറ്റുന്നതുകൊണ്ടാണ് ഇത് തന്നെ ഞാൻ എടുത്തത്. അത് കഴിഞ്ഞ് നമ്മൾ പൂജ്യങ്ങളുടെ എണ്ണങ്ങളുടെ കാര്യം പറഞ്ഞു. സ്മാളസ്റ്റും ലാർജസ്റ്റും പഠിച്ചു അല്ലേ. പിന്നെ നമ്മൾ ഡിവിഷൻ്റെ 5 വെച്ച്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇത് നമ്മളങ്ങനെ എളുപ്പം ഞാനങ്ങ് പറഞ്ഞെങ്കിലും ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഏതൊരു സംഖ്യ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് വെക്കേഷൻ അല്ല കുഞ്ഞുങ്ങളെ, നിങ്ങൾ കളിക്കേണ്ട സമയമാണ്. നിങ്ങൾ പോയി കളിക്കുക. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 10-15 മിനിറ്റ് എടുത്തിരുന്നത് എഴുതി തന്നെ പഠിക്കണം കേട്ടോ. നോക്കി വെറുതെ അങ്ങ് സ്കിപ്പ് ചെയ്ത് പോകരുത്. കാരണം പിന്നെ അങ്ങ് മറന്നു പോകും. എഴുതി വെച്ച് ഇതുപോലെ വലുതായിട്ട് എഴുതി വെച്ച് പഠിക്കണം. എന്നിട്ട് നിങ്ങൾ എന്നോട് കമൻറ്റ് പറയണം. മനസ്സിലാവുന്നുണ്ട്, ഇങ്ങനെ തന്നെ പോകണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് പറയണം കേട്ടോ. ഓക്കെ ആണേ? ഓക്കെ. താങ്ക് യു കുഞ്ഞുങ്ങളെ. താങ്ക് യു.